ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെടീന്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മള് ചെടികളൊക്കെ ഒന്ന് സ്ഥാനം മാറ്റാൻ വിചാരിച്ചു. അപ്പൊ ഈ താഴെ സ്റ്റാൻഡിൽ കിടക്കുന്നതൊക്കെ ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഭംഗിയില്ല, ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് മാറ്റാൻ വിചാരിച്ചു കേട്ടോ. അപ്പൊ ഞാൻ ഈ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ ഞാൻ ആ ഘടകിന്റെ മേലെ വെക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പൊ ഇങ്ങനെയാണ് അവസ്ഥ ഉള്ളത്. എല്ലാം വെച്ച് കഴിഞ്ഞിട്ടാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് നിങ്ങൾ വീഡിയോ കാണാം. പിന്നെ ഇതൊക്കെ ഈ മതിലിന്റെ മേലുള്ളതൊക്കെ ഞാൻ താഴത്തേക്ക് ഇറക്കുകയാണ്. നമ്മള് പ്ലാന്റ് എപ്പോഴും ഒരേ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റിയൊക്കെ കൊടുക്കും. ഒരിക്കൽ ഒരു ഇഷ്ടപ്പെട്ട പ്ലാന്റ് ഒക്കെ എടുത്ത് താഴെ വെക്കും. പിന്നെ കുറച്ച് പ്ലാന്റ് ഒക്കെ എടുത്തിട്ട് ഗർമിന്റെ മേലെ വെക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയ ചട്ടിയാണ് കേട്ടോ. ഒരു പ്ലാസ്റ്റിക് ചട്ടി ഉണ്ടായിരുന്നു, പൊട്ടിയത്. അതിൽ വെച്ചതാണ്. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് അത് അയക്കറിയുന്നില്ല. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ വെച്ചു. അപ്പൊ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, നല്ലൊരു ഫ്ലവർ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല അരിമുല്ല പോലത്തെ പ്ലാന്റ് ആണ്. നല്ല വള്ളിയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ഒതുക്കി നിർത്താനൊക്കെ ഉണ്ട്. കമ്പിയൊക്കെ കെട്ടിയിട്ട് ഒതുക്കി നിർത്താനുണ്ട്. ഘടകത്തിന്റെ മേലെ ആയതുകൊണ്ട് 4 ഭാഗത്തും അതിന്റെ വള്ളി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കമ്പിയൊക്കെ കെട്ടിയിട്ട് ഒന്ന് ഒതുക്കി നിർത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഗ്രൗണ്ട് ഓർക്കിഡ് ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറെ എല്ലാത്തിനും ഫ്ലവർ മുട്ടിട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഗടങ്ങിന്റെ മേലെ ഗ്രൗണ്ട് ഓർക്കിഡ് മാത്രമാകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും വിചാരിച്ചിട്ടാണ് കേട്ടോ. എല്ലാം ഞാൻ അതിന്റെ മതിലിന്റെ മേലേക്ക് എടുത്തു വെക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് നമ്മുടെ ചെത്തി അങ്ങനെയുള്ള പ്ലാന്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇപ്പൊ സ്റ്റാൻഡിൽ വെക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് മൊത്തമായിട്ട് എല്ലാം വെച്ച് കഴിഞ്ഞപ്പോ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എല്ലാം എടുത്തിട്ട് ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ എടുത്തിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒറ്റൊരു പ്ലാന്റ് വാങ്ങിയതാണ് കേട്ടോ, ഗ്രൗണ്ട് ഓർക്കിഡിന്റെ. ഞാൻ അത് മാറ്റി മാറ്റി നട്ടിട്ട്, പിന്നെ ഇതിന്റെ അടിയിൽ കിഴങ്ങാണ്, അതൊക്കെ എടുത്തിട്ട് ഞാൻ മാറ്റി മാറ്റി നട്ടിട്ടാണ് കേട്ടോ ഇത്ര ഉണ്ടാക്കിയത്. അപ്പൊ നല്ലൊരു കളർ ഫ്ലവറും കൂടി ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ സ്നേക്ക് പ്ലാന്റ് ആണ്. ഇതൊരു കുപ്പിയിലാണ് കേട്ടോ. ഞാനും ഈ സ്നേക്ക് പ്ലാന്റ് ഒരു തണ്ട് കൊണ്ടതാണ്. എന്നിട്ട് കുപ്പിയിൽ ഞാൻ നട്ടതാണ് കേട്ടോ. ഞാൻ വേറൊരു ചരടൊക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ആ പോട്ട്. എന്നിട്ട് പിന്നെ ഇപ്പൊ അത് മഴയത്ത് വെച്ചു. പിന്നെ നമ്മളെ വീടിന്റെ പണിയെല്ലാം എടുക്കുന്നതുകൊണ്ട് പുറത്ത് വെച്ചു. അകത്തായിരുന്നു ആദ്യം വെച്ചിരുന്നത്. അപ്പൊ അത് പുറത്ത് വെച്ചപ്പോ മഴ കൊണ്ടിട്ട് അതിന് ചുറ്റിക്കൊടുത്ത കയറൊക്കെ മോശമായി പോയി. അതുകൊണ്ട് ഞാനിപ്പോ അതൊക്കെ അയച്ചു കളഞ്ഞു. ഇനിയിപ്പൊ അതിന് ആ കുപ്പിന്ന് മാറ്റിയിട്ട് വേറൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആ വള്ളി പോലെ പടർന്നു പോകുന്ന കുറച്ച് 2 പ്ലാന്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഈ ഒരു കമ്പി ചുറ്റിയിട്ട് ഒതുക്കി നിർത്താൻ പോവാണ് കേട്ടോ. 4 ഭാഗത്തായിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒന്ന് കമ്പി ചുറ്റിയിട്ട് ഒന്ന് ഒതുക്കി നിർത്തിയാല് നമുക്ക് ചെറിയ മുറ്റമൊക്കെ ആവുമ്പോ നമുക്കിത് അങ്ങനെ പടർത്തി വിടാനുള്ള സൗകര്യമില്ല. അപ്പോ നമുക്ക് ഇങ്ങനെ കമ്പിയോട് ചുറ്റിക്കൊടുത്ത് ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാല് നമ്മള് സ്റ്റാൻഡിലായാലും മുറ്റത്തായാലും നല്ല ഒതുങ്ങി നിന്നോളും. ഈ 4 ഭാഗത്തോട്ട് വരില്ല. ഇത് കോളാമ്പി ഫ്ലവർ ആണ് കേട്ടോ. ഒരു മഞ്ഞ ഫ്ലവർ ഉണ്ടല്ലോ, കോളാമ്പി ഫ്ലവർ ചെടി എന്നാണ് നമ്മളിവിടെ പറയല് കേട്ടോ ആ ഫ്ലവറിന്. അങ്ങനെ ഇതൊക്കെ ഒതുക്കി കെട്ടിക്കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ വേറൊരു ചെടിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് ഒതുക്കി കെട്ടിക്കൊടുക്കലാണ്. അപ്പൊ അത് നമുക്ക് സ്റ്റാൻഡിൽ വെക്കുമ്പോൾ ഒതുങ്ങി നിന്നോളും. അതുകൊണ്ട് പിന്നെ കണ്ടോ 4 ഭാഗത്തേക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുത്ത് ഇങ്ങനെ ഒതുക്കി ഒതുക്കി നിർത്തിയാലാണ് കേട്ടോ ഫ്ലവർ വിരിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. എല്ലാത്തിനും മുട്ടിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തൊന്നും കൊടുക്കുന്നില്ല. ഇതൊന്ന് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വിഷയായിട്ട് നിന്നോളും. ഇപ്പൊ അതില് മുട്ടിട്ടത് കൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, കട്ട് ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല. അപ്പൊ ഇതിലിങ്ങനെ കെട്ടി വെച്ചിട്ട് മഴ കഴിഞ്ഞിട്ടാകുമ്പോ മഴക്കാലത്താണ് കേട്ടോ ഇതിന് കൂടുതൽ ഫ്ലവർ ഉണ്ടാവുക. പിന്നെ അതുകൊണ്ട് അത് ഏതായാലും മഴയൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടൊന്നും മാറ്റാത്തത്. നമുക്ക് കട്ട് ചെയ്തിട്ട് വേറെ ചട്ടിയിലൊക്കെ അങ്ങനെ മാറ്റി മാറ്റി കൂടുതൽ പ്ലാന്റ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ എന്റെ മുറ്റത്തുള്ള എല്ലാ ചെടിയും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. പിന്നെ കുറെയൊക്കെ പൈസ കൊടുത്തിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലതൊക്കെ നിൽക്കും, ചിലതൊക്കെ മോശമായി പോവും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ.
പിന്നെ ഇതാ എല്ലാത്തിനും മുട്ടൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ചെടിയും കൂടി കമ്പിയിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. കമ്പിയിട്ട് കെട്ടിക്കഴിഞ്ഞാൽ അത് അയിഞ്ഞു പോകുന്നില്ല. നമ്മൾ കയറാകുമ്പോ മഴ കൊണ്ട് ദ്രവിച്ചിട്ട് അങ്ങ് പോകും. പിന്നെ ഇതാ ഞാൻ ചെത്തിയൊക്കെ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ചെത്തി ചെറുങ്ങനെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല. ചെറിയ ചെറിയ ഇങ്ങനെ താണു നിൽക്കുന്ന, അപ്പൊ അതിന്റെ താഴെ ഭാഗത്തായിട്ട് എനിക്ക് റോസ് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പൊ ചെത്തിന്റെ കൊമ്പൊക്കെ ഇങ്ങനെ താണു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് വെട്ടി നിർത്തി കഴിഞ്ഞാല് നമുക്ക് റോസ് നല്ല രീതിയിൽ ആ സ്റ്റാൻഡിൽ വെക്കാൻ വിചാരിച്ചു കേട്ടോ. ഈ ഒരു സ്റ്റാൻഡ് ഞാൻ ഉണ്ടാക്കിച്ചു എന്നല്ല, നമ്മളെ വീട്ടിൽ പഴയ ഗിൽസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ കൊണ്ട് ഞാൻ ആളിവിടെ പിന്നെ വന്നപ്പോ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഷീറ്റിന്റെ പണിയെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ കൊണ്ട് ഞാൻ ചെയ്യിച്ചതാണ് കേട്ടോ. ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും ഞാൻ കളയൂല. അതൊക്കെ ഞാൻ വേറൊരു ചട്ടിയിൽ നട്ടു കൊടുത്തിട്ട് ഇങ്ങനെ കൂടുതൽ പിടിപ്പിച്ചെടുക്കലാണ് കേട്ടോ. നല്ലൊരു ഫ്ലവറാണ്. നല്ല വെയിലും മഴയും, മഴയത്തും വെയിലത്തും നല്ല ഫ്ലവറാണ് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ ഇതിന്റെ വിത്ത്. ഇത് ഇങ്ങനെ കറുത്ത് വരും, ഉണങ്ങി കറുപ്പടിക്കും. അപ്പൊ അതാണ് അതിന്റെ വിത്ത്. അപ്പൊ ഞാൻ വിത്തൊന്നും എടുക്കലൊന്നുമില്ല, അതൊക്കെ പൊട്ടിച്ച് കളയണം, അല്ലെങ്കിൽ ഫ്ലവർ ഉണ്ടാവില്ല കേട്ടോ. ആ വിത്ത് അതിൽ നിർത്തി കഴിഞ്ഞാൽ ഒരു ചെടിയൊക്കെ ഒരു മൃതിച്ച പോലെ ഉണ്ടാവും. പിന്നെ അതില് ഫ്ലവർ ഒന്നും ഉണ്ടാവൂല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പൊട്ടിച്ച് കളയുന്നതാണ് നല്ലത്. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യല്. അപ്പൊ നമുക്ക് കൂടുതൽ പ്ലാന്റ് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ അതിന്റെ കട്ടിങ്സ് എടുത്തിട്ട് നട്ടു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റ് ഒരു വിധത്തിന്റെ ഒന്നും എനിക്ക് പേരൊന്നും അറിയില്ല കേട്ടോ. അപ്പൊ ഈ ഒരു പ്ലാന്റ് ഞാനിതാ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ കട്ട് ചെയ്തിട്ട് ആ ചട്ടിയിൽ തന്നെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കൂടുതലുള്ള പോലെ തോന്നും. അങ്ങനെ തന്നെയാണ് ഞാൻ എല്ലാ ചെടിയും ചെയ്യല്. ചട്ടി എനിക്ക് എപ്പോഴും ഇങ്ങനെ ചട്ടി നിറഞ്ഞു കാണണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇത് കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ ആ ചട്ടിയിൽ തന്നെ കുത്തി കൊടുക്കും. അപ്പൊ അത് ഫുള്ളായിട്ട് ഉള്ളത് പോലെ തോന്നും. അപ്പൊ അതിന്റെ വേര് പിടിച്ചു കഴിഞ്ഞാല് നമുക്കത് ഫുള്ള് ഒരു ചട്ടി നിറഞ്ഞു നിൽക്കുന്നത് തന്നെ ഫീൽ ചെയ്യല്ലോ. അപ്പൊ ഞാനത് പിന്നെ അതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുവിധമൊക്കെ ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വള്ളി ഞാൻ പറഞ്ഞില്ലേ, ഈ മുല്ല ഫ്ലവർ, അത് നല്ല സ്മെല്ലും ആണ് കേട്ടോ. ഇതിന്റെ ഫ്ലവർ നല്ല സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് കളയാനും തോന്നിയില്ല. ഇത് 4 ഭാഗത്തും ഏതിലാന്ന് കിട്ടിയത് അതിലൊക്കെ വലിഞ്ഞു കയറും, അത്രയും വള്ളിയാണ് ഇതിന്. അപ്പൊ ഞാൻ ഇതെന്ത് ചെയ്തു, കമ്പിയോട് കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടി ഒതുക്കി കൊടുക്കും. എന്നിട്ട് അതിൽ ഇങ്ങനെ ചുറ്റിയിട്ട് ആ വള്ളി ഇങ്ങനെ തന്നെ അതിലേക്ക് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാൻ. നമ്മൾ ബോഗൻവില്ലൊക്കെ ചെയ്യൂലേ, അപ്പൊ അതുപോലെ അതിലിങ്ങനെ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ മൊത്തമായിട്ട് ഫ്ലവർ വിരിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഞാൻ ഇത് കൂടുതൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. നമുക്ക് നല്ല ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണിത്. അത് പിന്നെ ഏത് സമയത്തും ഇതിന് ഫ്ലവർ ഉണ്ടാവും ഇതില്. പക്ഷെ ഞാൻ കുറച്ചുനാൾ ആ ഗഡങ്ങിന്റെ മേലെയൊക്കെ വെച്ചതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാണ്ടായിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ ഫ്ലവറൊക്കെ എല്ലാം പോയിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ടായിരുന്നു, പിന്നെ മഴ പെയ്തപ്പോ അങ്ങ് പോയതാണ് കേട്ടോ. അപ്പൊ ഞാൻ ചട്ടിയൊക്കെ എടുത്തിട്ട് സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ കാണാനാണ് കേട്ടോ നല്ല ഭംഗി. എൻ്റെ അടുത്ത് ഒരുവിധ ചെടിയൊക്കെ ഉണ്ട്. നമ്മുടെ ആനച്ചേവിയൻ ചെടി, അങ്ങനെ ചെത്തി തന്നെ 2-3 കളർ ഉണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലവർ പ്ലാന്റ് ആയതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ പിടിപ്പിച്ചെടുക്കാറുണ്ട്. പിന്നെ എല്ലാം ഞാനൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോ ഞാൻ കട്ട് ചെയ്ത പ്ലാന്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ ഒരു ചട്ടിയിൽ ഇതേപോലെ തന്നെ കുത്തിക്കൊടുത്താൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ചട്ടിയിൽ കുത്തിക്കൊടുത്താല് ഞാൻ ഇതിൽ 2-3 കളർ ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാ കളറും കൂടിയിട്ട് ഈ ചട്ടിയിൽ വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പൊ അതിൽ ഫ്ലവർ ഉണ്ടായിട്ട് എല്ലാ കളർ ഫ്ലവറും ഉണ്ടായിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പൊ ഞാൻ അങ്ങനെ ഈ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പിന്നെ ചട്ടിയിൽ ഇത് കൂടുതലായി കഴിഞ്ഞാൽ വേര് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ വേറെ ചട്ടിയിലേക്ക് ഇത് എടുത്തിട്ട് നട്ടുകൊടുക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിർത്തിക്കഴിഞ്ഞാലും നമുക്കിത് നല്ലൊരു ബൊക്ക പോലെ പിന്നെ ബുഷായി നിർത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലും നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടായിക്കോളും കേട്ടോ. അപ്പൊ ഞാൻ എല്ലാ കട്ടിങ്സ് കൊടുത്തിട്ട് ഞാൻ ഈ ചട്ടിയിൽ കുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അതെല്ലാം ചെത്തിയൊക്കെ എടുത്തിട്ട് ഞാൻ ചട്ടിയിൽ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ വേറൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഞാൻ ആ കട്ട് ചെയ്ത ആ ഒരു ചട്ടിയിൽ തന്നെ
കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതാ വേണ്ട എനിക്കൊരു നിറഞ്ഞ പോലെ തോന്നാത്തത് കൊണ്ട് ഞാൻ അത് വേറൊരു ചട്ടിയിൽ നട്ടു കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചത്. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഇതൊരു എന്തോ ഒരു നിറഞ്ഞ പോലെ ഇല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ പ്ലാന്റ് തന്നെ അതിലേക്ക് കുത്തി കൊടുത്തു കേട്ടോ. അപ്പൊ നോക്കുമ്പോ അത് ഫുള്ളായ പോലെ ഉണ്ട് ചട്ടി. അതുകൊണ്ട് ഞാൻ അതിൽ തന്നെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പൊ ഞാനെല്ലാം ചട്ടിയിൽ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നോക്കിയാട്ടെ മൊത്തം നിറഞ്ഞ പോലെയില്ലേ. ഇനിയിപ്പോ ആ ചെത്തിയൊക്കെ എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതിപ്പോ ഏതെങ്കിലും തണുത്ത് കൊണ്ടുവെക്കണം. പിന്നെ ഇതാ ഞാൻ വളമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഏതാ വളം എന്ന് വെച്ച് കഴിഞ്ഞാല് DAP വളമാണ് കേട്ടോ. അപ്പൊ ഇത് നല്ല മണ്ണില് അലിഞ്ഞു കയറി. ഇതിന്റെ 2 കളറുണ്ട്, ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. ഇതാണ് കേട്ടോ മണ്ണിൽ അലിഞ്ഞു ചേരാ. ബ്ലാക്ക് അത്ര പെട്ടെന്ന് അലിയില്ല. അപ്പൊ അത് ഞാൻ ഇതാണ് കേട്ടോ വാങ്ങല്. അപ്പൊ ഇതിന് നല്ല ഫ്ലവർ ഉണ്ടാവും. മാസത്തിൽ 2 തവണയോ 3 തവണയായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. വലിയ വലിയ പ്ലാന്റിനാണെങ്കിൽ ഒരു 20-25 മണികളാക്കിയിട്ട് ഇട്ട് കൊടുക്കും. ചെറിയൊരു പ്ലാന്റിലാണെങ്കിൽ 10-5 അങ്ങനെയുള്ള ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ഈ ഫ്ലവറിങ് അല്ലാത്ത പ്ലാന്റ് എല്ലാം ഉണ്ടാവൂലേ, അതിനൊക്കെ ഞാൻ കുറച്ച് ഒരു 3-4 മണികളായിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് വളരും. അപ്പൊ ഈ ഫ്ലവറിങ് ചെയ്യുന്ന പ്ലാന്റിന് മാത്രമേ ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കും കേട്ടോ. അത് വലിയ പ്ലാന്റിന് മാത്രമാണ് കേട്ടോ 25 മണി 20 മണി അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ. ചെറിയ പ്ലാന്റിലാണെങ്കിൽ അത്രയും ഇട്ട് കൊടുക്കും. 5 മണിയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഇതാ എല്ലാത്തിനും ഞാൻ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നാമത് മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഞാൻ കൂടുതൽ ഈ രാസവളം തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറ്. ജൈവവളം ഞാൻ പ്ലാന്റിലൊന്നും ഇട്ട് കൊടുക്കൂല. പച്ചക്കറികൾക്ക് മാത്രമേ ജൈവവളം കൊടുക്കാറുള്ളൂ. ഈ പിന്നെ ഈ ഫ്ലവറിങ് പ്ലാന്റിനും ഈ എല്ലാ ചെടികൾക്കെല്ലാം ഞാൻ ഈ പിന്നെ DAP വളമോ അല്ലെങ്കിൽ പൊട്ടാഷ് വളമോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ 19-19 അങ്ങനെയുള്ള വളങ്ങളൊക്കെ 18-18 അങ്ങനെ എല്ലായിട്ടുള്ള വളങ്ങൾ കിട്ടും. അതൊക്കെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പൊ നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാവലും ഉണ്ട് എനിക്ക്. ഇപ്പൊ റോസൊക്കെ നല്ല രീതിയിൽ മുട്ടിടും വിരിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 തരം റോസ് എന്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഒരു വേറെ 2-3 ചട്ടി ഞാൻ മതിലിന്റെ മേളില് വെച്ചിട്ടുണ്ട് ഫ്രണ്ടില്. അതിൽ നല്ല ഫ്ലവർ വിരിഞ്ഞതായത് അത് ഞാൻ അവിടെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഞാൻ ഈ സ്റ്റാൻഡിൽ 5-6 തരം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ എല്ലാം ഞാൻ ചട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ സ്റ്റാൻഡൊക്കെ തുരുമ്പൊടിച്ച് അലാക്കായിട്ടുണ്ട്. ഇനിയിപ്പോ മഴ കഴിഞ്ഞിട്ട് വേണം പിന്നെ പെയിന്റ് അടിക്കാനായിട്ട്. പിന്നെ ഇതാ ഇത് നമ്മളെ മിനിയേച്ചർ ചെത്തിയാണ്. ഇതിനെന്ത് പേരുണ്ട്, എനിക്ക് പ്ലാന്റിന്റെ ഒന്നും ഒരുവിധം ഒന്നും പേരറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പേരൊന്നും പറയാത്തത്. പിന്നെ ഇതാ കോളാമ്പി ചെടിയാണ്. ഇതിന് വേറെന്തോ പേരുണ്ട്, നമ്മളിവിടെ അതാണ് കേട്ടോ പറയാറ്. പിന്നെ ഇതാ ചെത്തിക്ക് ഈ ഒരു കളറ് ഫ്ലവറാണ് കേട്ടോ. പിന്നെ ലൈറ്റ് റോസ് അങ്ങനെയുള്ള കളറൊക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാത്തിനും നല്ല രീതിയിൽ ഫ്ലവർ വിരിഞ്ഞതാണ്. പിന്നെ നല്ല മഴയല്ലേ, മഴയത്ത് ഈ ഫ്ലവർ ഉതിർന്നങ്ങ് പോവും. കട്ട പോലെ ഫ്ലവർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും മഴ നല്ല ശക്തിയായിട്ട് മഴ പെയ്യുമ്പോൾ ഫ്ലവറൊക്കെ അങ്ങനെ പോകും. എന്നാലും പിന്നെയും മുട്ടിട്ട് പിന്നെയും വിരിയും. മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ ഉണ്ടാവുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ ചെത്തി. പിന്നെ നമ്മളെ രാസവളം ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ വേനൽക്കാലത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ. രാവിലെയും വൈകുന്നേരം വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മള് ആ വളം ഇട്ട് കൊടുത്തതിന്റെ 2 ദിവസം എന്തായാലും രാവിലെയും വൈകുന്നേരം വെള്ളം ഒഴിച്ചു കൊടുക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ചെടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. മഴക്കാലത്തിന് പ്രശ്നമില്ല, ഏതെങ്കിലും ഒരു ടൈം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതാ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ കാണാൻ മതിലൊക്കെ മഴ കൊണ്ടിട്ടൊക്കെ എല്ലാം പോയിട്ടുണ്ട്. അതിന്റെ ഒരു ഭംഗിക്കുറവുണ്ട്. അപ്പം ചെടികള് വെച്ചതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒപ്പം തന്നെ കമന്റും കൂടി ചെയ്യണേ. അപ്പം പിന്നൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ ടാറ്റാ, ബൈ ബൈ.